ഞാൻ ISMന്റെ ഒരു ജില്ലയിലെ പ്രവർത്തകനാണ്. എനിക്ക് ഈ ബഹുമാനായ അനസ് മൗലവിയോടാണ് ചോദിക്കേണ്ടത്. 2015 ഇതുപോലത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അനസ് മൗലവി ആറ്റിങ്ങിൽ വന്നിരുന്നു. അവിടെ ഒരു മുഖാമുഖത്തിൽ, ആ മുഖാമുഖത്തിന് മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഖുറാഫി മുസ്ലിയാർ അനസിനോട് ചോദ്യം ചോദിക്കുമ്പോൾ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിൽ കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാമെന്ന് ശൗക്കാനി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അനസിന്റെ മറുപടി അന്ന് കേട്ടത്, ബാത്റൂമിൽ നിൽക്കുന്ന ഭർത്താവ് ഭാര്യയോട് മോളെ സോപ്പെടുക്ക് എന്ന് പറയുന്നത് ശിർക്കുണ്ടോ എന്നും, അതുപോലെ തന്നെ ഹാജറ ശബ്ദം കേൾക്കുമ്പോൾ മലക്കിനെ കാണുന്നില്ല, അപ്പോൾ ചോദിക്കാം ഒരു പ്രശ്നവുമില്ല, അതിന്റെ ഇവിടെ ശിർക്ക് എന്ന് പറയുകയും ചെയ്തു. എന്ന് മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ ഒരു പ്രവർത്തകനോട് ഈ വിഷയത്തിൽ വിശദമായി അനസ് ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അതിൽ ശിർക്കില്ല, ശിർക്ക് വരുന്ന പ്രശ്നമില്ല എന്ന് വരെ അനസ് പറഞ്ഞു. വേണമെങ്കിൽ അനസിന് ക്ലിപ്പ് കാണിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് പരസ്യമായി കാണിക്കാനുള്ള അവസരം കൂടി തരിക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് വന്നപ്പോ അനസിന്റെ വാദം ഇതായിരുന്നു. പക്ഷെ ഇന്ന് പറയുന്നു അത്തരം വർത്തമാനങ്ങളൊക്കെ ശിർക്കാകുമെന്ന്. അടുത്ത പ്രാവശ്യം ഒരു അനസ് എന്താകും പറയുക, അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ വിഷയത്തിലേക്ക് തെളിവാക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തേ ജിന്ന കൂട്ടത്തിൽ പറയാതിരുന്നത്? ഷൗക്കാനി പറഞ്ഞതിൽ എന്തുണ്ട്? ബിസ്വാലിഹിൽ ജിന്നി എന്നുണ്ട്. എന്തേ മറുപടിയിൽ സ്വാലിഹിൽ ജിന്ന് തൊടാതിരുന്നത്? ആ മറുപടി മുഴുവൻ കേട്ടിട്ടും മലക്കിനോട് പറഞ്ഞതല്ലാതെ, അത് ഹാജറ ബീവിയുടെ സംഭവമല്ലാതെ എന്തേ ജിന്നിനെ കിട്ടാഞ്ഞത്? അനസ് തൊട്ടില്ല, അങ്ങോട്ട് പോയില്ല, പറഞ്ഞില്ല, പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അടുത്ത ചാൻസിൽ മൂസ മുസ്ലിയാർ എഴുന്നേറ്റ് പറഞ്ഞത്, അനസ് എന്റെ ചോദ്യത്തെ തൊട്ടിട്ടില്ല, അനസ് മൗലവി എന്റെ ചോദ്യത്തെ തൊട്ടിട്ടില്ല, ഷൗക്കാനി നിങ്ങൾ തൊട്ടിട്ടില്ല. നിങ്ങൾ ആ ചോദ്യത്തിന്റെ ഉപചോദ്യം എടുത്ത് ശ്രദ്ധിച്ചു നോക്ക്. അനസ് ആ ചോദ്യത്തെ തൊട്ടിട്ടില്ല, അനസിന് തൊടാൻ കഴിയില്ല. കാരണം നമ്മുടെ പ്രമാണം വെച്ചുകൊണ്ടല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഒരു വിശദീകരണം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ എതിരാളി കൊണ്ടുവന്ന തെളിവ് അതൊരു വലിയ തെളിവാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള മറുപടിയും കൊടുക്കില്ല. കൊടുക്കാൻ കഴിയുന്ന മറുപടി ഏത് സന്ദർഭത്തിലും ഇസ്ലാമികമായ ഖുർആനികമായ സുന്നത്തിൻ്റെതായ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ കഴിയുന്നതേ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിനു മുമ്പ് ഇവിടെ വെച്ച് കൊടുത്ത മറുപടിയിലും ആറ്റിങ്ങിൽ വെച്ച് കൊടുത്ത മറുപടിയിലും അതെ ചോദിക്കാൻ പറ്റുന്നത് അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷം ഒരാൾ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിച്ചു, ഹാജറ ബീവിയുടെ സംഭവം നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ ഹാജറ ബീവി കണ്ടോ? കണ്ടില്ല. ചോദിച്ചു. ആരോടാ ചോദിച്ചത്? മലക്കിനോടാ. ഏതാ മലക്ക്? ജിബ്രീല. ആ ജിബ്രീലിനോട് ചോദിച്ചാൽ ശിർക്കാണോ? ശിർക്കല്ല. ഇത് പറഞ്ഞത് ക്ലിപ്പാക്കി അത് ഇനിയും കേൾപ്പിക്കാം. നിങ്ങൾ 100 വട്ടം കേൾപ്പിച്ചോളൂ, 1000 വട്ടം കേൾപ്പിച്ചോളൂ. അനസ് എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? ഞങ്ങളെല്ലാവരും ഈ ഏതാണ്ട് 80% ആളുകളും പങ്കെടുത്ത ഒരു മുഖാമുഖമാണ് ആറ്റിങ്ങൽ മുഖാമുഖം എന്ന് പറയുന്നത്. ആ മുഖാമുഖം കേൾക്കാത്ത ആളുകളില്ല. അതിന്റെ CD ഇവിടെ കിട്ടും. അത് മേടിച്ച് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. താങ്കൾ അന്ന് ശിർക്ക് എന്നൊരു പ്രയോഗം തന്നെ ആ വിഷയത്തിൽ അത് ശിർക്കാകുമെന്ന് സത്യത്തിൽ ഷൗക്കാനിയുടെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് തന്നെ ഉദ്ധരിച്ചാണ്, തർക്കത്തിലിരിക്കുന്ന ഹദീസ് തന്നെ ഉദ്ധരിച്ചാണ് താങ്കളുടെ വർത്തമാനത്തിന്റെ പലപ്പോഴും പറയാൻ ശ്രമിച്ചൊരു കാര്യം സൂചിപ്പിക്കട്ടെ. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിളിക്കാമെന്ന്, അങ്ങനെ വിളിക്കണമെന്ന് ഒരാളും പറഞ്ഞത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അത് ശിർക്കാണോ ശിർക്കല്ലേ എന്ന പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ആ ഹദീസിന്റെ വർത്തമാനത്തിൽ ആരെങ്കിലും അതിൽ ശിർക്കുണ്ടോ ശിർക്കില്ലേ എന്നൊരു ചർച്ച മാത്രമാണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് ശിർക്കില്ല, ഹറാമാകും. ചില പണ്ഡിതന്മാർ ആ ശിർക്കാകുമെന്ന് പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ശിർക്കാകുമെന്ന് പറയുന്ന പണ്ഡിതന്മാർ അത് മറ്റൊരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ ചോദിക്കാം. പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ, ഞാൻ ആ വിഷയത്തിലേക്ക് വല്ല, ഈ വിഷയത്തിൽ നിങ്ങൾ ഇവിടെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന അടിസ്ഥാനത്തിൽ ജിന്നുകളെ ഉദ്ദേശിച്ചാണ്, മലക്കുകളെ ഉദ്ദേശിച്ചാണ് എങ്കിൽ ശിർക്കാകുമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തിനെ തൗഹീദ് അന്ന് മൂടി വെച്ചു? നിങ്ങൾക്ക് 2012 വരെ ഈ തൗഹീദ് മനസ്സിലായില്ലെന്നാണ്. ഞങ്ങൾ എവിടെ നിന്നാ തൗഹീദ് പഠിക്കേണ്ടത്? നിങ്ങൾ തൗബ ചെയ്താൽ നിങ്ങളുടെ കാര്യമായി. നിങ്ങൾ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ സമയത്ത് തോന്നുന്ന ഓരോ ന്യായങ്ങൾ മുജാഹിദ് പ്രവർത്തകരോട് പറഞ്ഞാൽ, സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ ഹക്ക് എന്താണ് ബാത്തിൽ എന്നാണ്. നിങ്ങൾക്ക് തൗബ ചെയ്യാം, നിങ്ങൾക്ക് യാതൊരു തൊലിക്കട്ടിയുള്ളവർക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. പക്ഷേ മറ്റ് മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു വലിയൊരു തെറ്റിദ്ധരിപ്പിക്കൽ ആളുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കും. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നൊരാള് പറഞ്ഞു അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ശിർക്ക് എന്ന് പറയണം എന്നൊരു നിലപാട് ഒരിക്കലും നമ്മളാരും സ്വീകരിച്ചിട്ടില്ല. ഒന്ന് മനസ്സിലാക്കിക്കോ. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ശിർക്ക് എന്ന് പറയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാ ദുർബലമാണ്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് തെളിവാക്കി ഈ ഭൂമി ലോകത്ത് ആരാ തെളിവാക്കിയത്? ഖുബൂരികൾ. ഇതുവരെ നമ്മുടെ ചർച്ചയിൽ അങ്ങനെയാണ്, ഖുബൂരികളെ തെളിവാക്കിയത്. അപ്പൊ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് മരിച്ചവരെ വിളിച്ചാലോ ശിർക്കാണ്. എന്നാൽ സാധാരണ അറബികൾക്കിടയിൽ ആരും കാണാത്ത ഗൾഫ് നാടിൽ പോയ ആളുകൾ ഉണ്ടാവും. ഒരാളെ പേരറിയില്ല, അബ്ദുള്ള എന്ന് വിളിക്കും, അബ്ദുള്ള എന്ന് വിളിക്കും.
അല്ലെങ്കിൽ ഒരാളെ കാണില്ല, അവിടെ ചെന്നിട്ട് വിളിക്കുക, പിന്നെ അബ്ദുള്ള അബ്ദുള്ള എന്നവരെങ്കിലും വിളിക്കാറുണ്ട്. ഒക്കെ നമ്മളെ ഗൾഫിൽ പോണ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ വിളിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ ശബ്ദപരിധിയിലുള്ള ഒരു മനുഷ്യൻ വരട്ടെ എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അത് ശിർക്കല്ല. അതാ കണ്ണുകൊണ്ട് കാണാത്ത മനുഷ്യൻ. ഏതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞു, അത് പിന്നെ കുളിമുറിയിൽ നിൽക്കുന്ന ഒരാള്, അടുക്കളയിലുള്ള ഒരാള് കാണുന്നില്ലെങ്കിലും ചോദിക്കാം, ശിർക്കല്ല. ഈ രൂപത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യന്മാര് കേട്ടോട്ടെ എന്നാണെങ്കിലോ ശിർക്കല്ല. എന്നാൽ യാ ഇബാദല്ലാ എന്ന് വിളിക്കുമ്പോ വല്ല ജിന്നാണ് മലക്കാണ് എന്ന് ഉദ്ദേശിച്ചാലോ അത് ശിർക്കാണ്. അത് ശിർക്കാണ്. ഇതാണ് ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ആ സമാധാനിപ്പിക്കാൻ പോയത് ദയവായിട്ട് അതിട്ട് പോരാ. നിങ്ങൾ സമാധാനിപ്പിക്കാൻ പോകണം, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. നിങ്ങൾ ഓരോരുത്തരും സമാധാനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് വല്ല സംസാരിക്കാണെങ്കിൽ അദ്ദേഹം സംസാരിച്ചോളൂ. അതിന് മറ്റുള്ളവർ പോയി സമാധാനിപ്പിച്ച് അപ്പൊ അവനെ മറ്റൊരു സമാധാനിപ്പിച്ച് ഇങ്ങനെ സാധിച്ചില്ല. മര്യാദ പാലിക്കാം. അദ്ദേഹത്തിന് ഒരു ചോദ്യം അനുവദിച്ചതാണ്. ആ ചോദ്യം അദ്ദേഹം ചോദിക്കും. സദസ്സ് അവിടെ അടങ്ങിയിരിക്കണം. ചോദിക്കോ 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 ചോദിക്കോ. ആരെങ്കിൽ ആ മുഖാമുഖത്തിൽ മലക്കാണെന്ന് ആയിക്കോട്ടെ എങ്കിലും ചോദിച്ചാൽ കുഴപ്പമില്ല, മലക്കുണ്ടെങ്കിൽ എന്ന രീതിയിൽ, മലക്കാണെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മലക്കാണ് എങ്കിലും കുഴപ്പമില്ല. ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ എന്നെ അനുവദിച്ചാൽ, എന്റെ കയ്യിൽ ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ അനസ് മൗലവി അനുവദിച്ചാൽ, പൂർണ്ണമായും ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ അനുവദിച്ചാൽ ഞാൻ തയ്യാറാണത് കേൾപ്പിക്കാൻ. തയ്യാറാണോ അനസ്? തയ്യാറാണോ അനസ്? തയ്യാറാണോ അനസ്? സംസാരിച്ച് കേൾപ്പിക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എതിർത്താലല്ലേ നിങ്ങൾ കേൾപ്പിക്കേണ്ടതുള്ളൂ. ഞാൻ എതിർത്താലല്ലേ കേൾപ്പിക്കേണ്ടതുള്ളൂ. അപ്പൊ ഇനി പറയുന്നത് അള്ളാഹു കൂടെ പറഞ്ഞു കേട്ടോളൂ. മനുഷ്യനാണ്. ഏതെങ്കിലും തരത്തിലൊരു വാക്കിൽ പിഴവൊക്കെ സംഭവിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പരിഗണനയെങ്കിലും എനിക്ക് ഞാൻ മലക്കല്ല. അത് മനസ്സിലാക്കിക്കോ. ഞാൻ മലക്കല്ല, മനുഷ്യനാണ്. ആ ഒരു പരിഗണനയൊക്കെ എനിക്ക് തന്നൂടെ. അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ്യാ. അപ്പോ ആ വാചകം ഞാൻ ഓർത്തെടുത്തപ്പോ ആദ്യം അങ്ങനെ എനിക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടാവും. സോറി. ഈ യാ ഇബാദുല്ലാഹി ഐനുനി എന്ന ഹദീസ് സംബന്ധിച്ചുള്ള ചർച്ചയിൽ 2000 ഷാർജ മുഖത്തിൽ ഹുസൈൻ സലഫി, അതുപോലെ തന്നെ 2004 മണ്ണാർക്കാട് സംഭവത്തിൽ സക്കറിയ സലാഹി തുടങ്ങിയവരെല്ലാം ഈ ഹദീസ് അതിൽ ശിർക്കില്ലെന്നും അതിൽ ഇസ്തിഗാസ ഇല്ലെന്നും അതിൽ പ്രാർത്ഥനയില്ല എന്നും അതുകൊണ്ട് ശിർക്കില്ല എന്നും ഒക്കെ വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ 2007 ഏപ്രിൽ മാസം ഇറങ്ങിയ ഇസ്ലാം മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് സംബന്ധിച്ച് അതിൽ അഭൗതികതയില്ല എന്നും പറയുകയുണ്ടായി. ഇതിനൊക്കെ വിശദീകരണവുമായി ഈ ഇരിക്കുന്ന അനസ് മൗലവിയും ഹനീഫ് മൗലവിയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയും 2012 വരെ അത് ശിർക്കല്ല എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത്. നിങ്ങൾ ഈ ശിർക്കൻ വിശ്വാസത്തിൽ 2012 വരെ ഞങ്ങളെ തളച്ചിട്ടിരുന്നു. ഞങ്ങളെങ്ങാനും മരിച്ചു പോയില്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്റെ ചോദ്യം ഇനിയാണ്. ജാമ്യയിൽ വെച്ച് നടത്തിയ വിശദീകരണത്തിൽ ഗദ്ഗത കണ്ടനായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനസ് മുസ്ലിയാർ തൗബ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. എന്റെ ചോദ്യം, ഞങ്ങൾ പ്രവർത്തകരെ വഞ്ചിച്ചുകൊണ്ട് മറ്റ് രണ്ടുപേരും ഇന്നുണ്ടല്ലോ, ഹനീഫ് കായക്കൊടിയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയും, അവർ രണ്ടുപേരും രഹസ്യമായി തൗബ ചെയ്ത് ഇസ്ലാമായി മുസ്ലിമായി മടങ്ങിയോ അല്ല ഇപ്പോഴും ശിർക്കൻ വിശ്വാസത്തിൽ 12 ശേഷവും തുടരുമോ എന്നറിഞ്ഞാൽ കൊള്ളാം. കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പരസ്പരം അകലാനല്ല കേട്ടോ. അറിച്ചാല് ഈ പറയുന്ന ചോദ്യകർത്താക്കളും നമ്മളും ഒക്കെ മനസ്സിലാക്കണം. അല്ല, അങ്ങനെ ഒരിക്കലുമില്ല. ഈ പറയുന്നത് കേട്ടോളൂ. അല്ല, വിഷയം മനസ്സിലാക്കിക്കോളൂ. നല്ല നിലക്ക് മനസ്സിലാക്കിക്കോ. നല്ല നിലയിൽ നമുക്ക് മനസ്സിലാക്കാം. കേട്ടോളൂ. ഒന്ന് മനസ്സിലാക്കിക്കോ. നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു. ശിഷ്യരാണ്. എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കാനല്ലാതെ വേറെ നിവൃത്തിയുമില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഷാർജ മുഖാമുഖത്തിൽ ജനാബ് ഹുസൈൻ സലഫി പറഞ്ഞതിൽ ജിന്നൊന്നൊരു വാക്കില്ല, മലക്കുന്നൊരു വാക്കില്ല. മണ്ടി വരുമോ എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് തേട്ടയില്ല. നിങ്ങൾ പറയുന്ന പോലുള്ള ശിർക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് വിശദീകരിച്ചു വന്നത്. ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചാൽ അത് ശിർക്കാണ് എന്നത് വളരെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ മഗ്‌രിബിക്ക് വരികയാണ്. വാക്ക് കൊടുക്കാനായി. വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നേരത്തെ ഞാൻ അനസ് മൗലവിയോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല.
അദ്ദേഹം പറഞ്ഞത് അത് മനുഷ്യനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇബാദുല്ലാഹി ഐനൂനി എന്നത് മനുഷ്യനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം 2012 വിശദീകരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ 2000 ഷാർജ മുഖത്തിൽ ഹുസൈൻ സലഫി പറഞ്ഞത് ഇബാദില്ല നറാഹു എന്നാണ്. നറാഹു എന്നത് മനുഷ്യനാണോ അതോ ജിന്നാണോ മലക്കാണോ എന്ന് പടുജാഹിലായ എനിക്കറിയില്ല, അറബി അറിയാവുന്ന അനസ് മുസ്ലിയാർക്ക് അറിയാം, ചിന്തിച്ചാൽ മതി. ഇനി കൂടെ ഇരുന്ന മണ്ണാർക്കാട് സംവാദത്തിൽ കൂടെ ഇരുന്ന അനീഫ് കായക്കൂടി ഇവിടെ വേദിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാനിതാ വായിച്ചു കേൾപ്പിക്കാം. തർക്കത്തിലുള്ള ഇസ്തിഹാസയുമല്ല, വിജയമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ സക്രിയസായി മറുപടി പറയുന്നതാണ്. വിളികേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ല ഐനൂനി എന്ന്. വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ സൃഷ്ടികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ് എന്ന് വ്യക്തമായി സക്കറിയ സലാഹി പറഞ്ഞു. കൂടെ ഇരുന്ന ആളാണ് ഹനീഫ് കായക്കുടി. അന്ന് തിരുത്തിയില്ല, പിന്നീടും തിരുത്തിയില്ല. ഈ ശിർക്കനെയും കൊണ്ടാണ് ഹൊസംകുടിയിലും ഇടമുട്ടത്തുമൊക്കെ ഇവർ പിന്നെ വാദപ്രതിവാദത്തിന് പോയത്. ആ ശിർക്കനെയും കൊണ്ടാണ് ഇവർ നടന്നത്. എന്നിട്ട് ഇപ്പോ പറയുന്നു ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾക്ക് പ്രസംഗിച്ചേക്ക് പോയാൽ മതി, നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കാണ്ടിരിക്കപ്പെട്ടവർ ഞങ്ങളാണ്. ദയവായി നിങ്ങൾ മറുപടി പറയുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം തരും. നിങ്ങൾ വരിയിലുള്ളതല്ലേ നിങ്ങൾക്ക്? അതെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമുണ്ടല്ലോ സുഹൃത്തെ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? എന്തിനാണ്? നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംസ്കാരമില്ലേ? നിങ്ങളറിയോ, നിങ്ങളെക്കാൾ മാനസികമായ പ്രയാസം ഇത്തരം വിഷയങ്ങൾ അനുഭവിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. കാരണം ഈ സമൂഹത്തിന് മുന്നിലേക്ക് തൗഹീദ് പറയാൻ ചെല്ലുമ്പോ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ പ്രയാസപ്പെട്ട ആളുകളാണ്. കാരണം നമ്മൾ പറയുന്ന തൗഹീദിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ചില ആശയങ്ങൾ കടന്നു വന്നപ്പോ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് കൂടി ഞാൻ മറുപടി പറയട്ടെ. യായിബാദുള്ള ഐനൂനി എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാര് വരെ ഹറാമാന്ന് വരെ പറയാത്തതിനാണോ നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നത് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ ചോദ്യം മനസ്സിൽ വെച്ച് നിന്നത് കൊണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹം കേൾക്കാതെ പോയത്. സഹോദര, ഈ ഹദീസുമായി ബന്ധപ്പെട്ടതല്ല കേരളത്തിൽ ഉണ്ടായ ചർച്ച, അത് പിന്നെ കയറി വന്നതാണ്. അത് രണ്ടും രണ്ട് നിലയിൽ തന്നെ നമ്മൾ കണക്കാക്കണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഹനീഫക വളരെ മനോഹരമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെ 6 വർഷമായിട്ട് സക്കരിയ സലാഹി ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വാദക്കാരനാണെന്ന് പറയുന്നത്. എന്നിട്ട് ഈ 6 വർഷമായിട്ടുള്ള വാദത്തിന് തെളിവ് തരുന്നത് ഈ കഴിഞ്ഞ മാസം നടന്ന ഈ തൃശ്ശൂർ പ്രോഗ്രാമിൽ നിന്നാണോ? 6 വർഷം മുമ്പുള്ളതല്ലേ കാണിക്കേണ്ടത്? ഇത് മാന്യതയാണ് ഹനീഫക. ഏറ്റവും തുച്ഛമായിട്ട് അതല്ലേ കാണിക്കേണ്ടത്? സക്കരിയ സലാഹി ഈ തൃശ്ശൂർ പ്രോഗ്രാമാണോ കാണിക്കേണ്ടത്? ആ വാദം ഉണ്ടെന്ന് പറഞ്ഞ്. അത് മാത്രമല്ല, ഞങ്ങളിവിടെ ചോദിച്ച ചോദ്യം വ്യക്തമാണ്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മുൻകാലികളായ പണ്ഡിതന്മാർ അതിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? സലഫ് സാലിഹുകൾ പറഞ്ഞിട്ടുണ്ടോ? അതാണ് പറയേണ്ടത്. പിന്നെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ജബ്ബാർ മൗലവി പറഞ്ഞത്. ജബ്ബാർ മൗലവി എന്ത് പറഞ്ഞതെന്ന് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ജബ്ബാർ മൗലവി എന്ത് പറഞ്ഞു? ജബ്ബാർ മൗലവി കേരളത്തിലെ മെമ്പർഷിപ്പ് പോലും ഇല്ലാന്ന് അദ്ദേഹം സ്വന്തമായിട്ട് പറഞ്ഞത്. ഞങ്ങൾ ജബ്ബാർ മൗലവി പറഞ്ഞ ചോദിച്ചില്ല. ഈ ഏതെങ്കിലും സലഫുകളായിട്ടുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക് പറഞ്ഞിട്ടുണ്ടോ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വന്നത് ഇബാദല്ല നറാഹുമാണ്, മനുഷ്യനല്ല മലക്കോ ജിന്നോ ആണ് ഫത്വ. ഇനി നിങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിന് അൽബാനിയുടെ ഫത്വ വായിച്ചു? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ പറഞ്ഞെങ്കിൽ പിന്നെ അൽബാനിയുടെ ഫത്വ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. തെറ്റിദ്ധരിപ്പിക്കരുത്. ഒന്ന്, ഇത് അദ്ദേഹത്തിന്റെ പുതിയ ചോദ്യമാണ്. നേരത്തെ ചോദ്യം ഇതല്ല. നിസാർ ചോദിച്ച ചോദ്യം നിങ്ങൾ ഇടപെടല്ലേ, ഞാനൊന്ന് പറയട്ടെ. എന്താണ് സഹോദരന്മാരെ നമുക്ക് സംഭവിക്കുന്നത്? നമുക്കെന്താ സംഭവിക്കുന്നത്? അങ്ങനെയാണോ നിങ്ങൾ ഒരു കാര്യം ചെയ്തു. നിങ്ങൾ വായിച്ചർത്ഥം മൈക്കോട്ടു. ഞാൻ വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടോ? നിങ്ങൾ കേട്ടോ. ഹദീസ് ശരിയായി വന്നാൽ ഞാൻ ചോദിച്ചിട്ട് ഒരു ചോദ്യം ചോദ്യം
ഹദീസിന്റെ മത്തിനിൽ ശിർക്കുണ്ട് എന്ന് അൽബാനി മനസ്സിലാക്കിയാൽ ഇതാ സഹായം അദ്ദേഹം പ്രയോഗിക്കുമോ? ഇതാ സഹായം അദ്ദേഹം പ്രയോഗിക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ചിരിക്കാനല്ല, എനിക്ക് ഉത്തരവില്ല. ഒന്ന്, യുഗയ്യനു അന്നൽ മുറാദ ബിഖൗലിഹി ഫിൽ ഹദീസിൽ അവ്വൽ യാ ഇബാദല്ലാഹ് ഇന്നമാ ഹുവൽ മലായിക. ഈ ഹദീസ് വ്യക്തമാക്കുന്നത് ഇബാദല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശം ഇന്നമാ ഹുവൽ മലായിക, അത് മലക്കുകളാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഫലാ യജൂസു, ജായിസാവുകയില്ല, അയ്യുൽ ഹഖ ബിഹിൽ മുസ്ലിമൂന മിനൽ ജിന്നി, മുസ്ലിമീങ്ങളിൽപ്പെട്ട ജിന്നുകളിലേക്ക് ഇതിനെ ബന്ധപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അവിൽ ഇൻസു, അല്ലെങ്കിൽ ഇൻസിലേക്കും ബന്ധപ്പെടുത്താൻ, അവിൽ ഇൻസി അല്ലെങ്കിൽ ഇൻസിലേക്കും ബന്ധപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. മിമ്മൻ യുസമ്മൂനഹും ബിരിജാലിൽ ഗൈബി, മിമ്മൻ യുസമ്മൂനഹും അവരെ കുറിച്ച് പറയപ്പെടും ബിരിജാലിൽ ഗൈബ്, റിജാലിൽ ഗൈബ് എന്ന് പറയപ്പെടും. മിനൽ ഔലിയാഇ, ഔലിയാക്കളിൽപ്പെട്ട, വസ്സാലിഹീന, സാലിഹീങ്ങളിൽപ്പെട്ട, സവാഉൻ കാനു അഹ്യാഅൻ ഔ മമാത, അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അവർ മരിച്ചവരാകട്ടെ. ഈ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ജിന്നുകളെ കുറിച്ചും അതുപോലെ തന്നെ റിജാൽ ഗൈബിനെ കുറിച്ചും, മനുഷ്യരായ റിജാൽ ഗൈബിനെ കുറിച്ചുമാണ് ആ പറഞ്ഞത്. ജിന്നു മനുഷ്യരും അവരോടുള്ള ഇസ്തിഗാനത്ത്, അവരോടുള്ള സഹായത്തോടും ശിർക്കും ബയ്യിനും, അത് ശിർക്കും ബയ്യിനാണ് എന്ന് പറഞ്ഞു. അപ്പോ അതിനകത്ത് മലക്ക് പുറത്തായില്ലേ? മലക്ക് പുറത്തായി. ലിഅന്നഹും, എന്താണ് അതിന് കാരണം? അവരും അത് ശിർക്കും ബയ്യിനാകാൻ കാരണം എന്താണ്? ലിഅന്നഹും, നിശ്ചയം അവർ ലാ യസ്മഊന ദുആ, അവർ ദുആ കേൾക്കില്ല എന്നതാണ് അതിന്റെ കാരണം. അതേസമയം ദുആ കേൾക്കുമെങ്കിലോ ദുആ കേൾക്കുമെങ്കിലോ ഏതാണ് അതിന്റെ ബാക്കി അവർ കേട്ടു എന്ന് വന്നാൽ ആഗ്രഹം പൂർത്തീകരിക്കാനും ഈ പ്രാർത്ഥനയ്ക്ക് കഴിയില്ല. ജിന്നിന് മനുഷ്യൻ മലക്കെവിടെ? മലക്കെവിടെ? ഒരു മിനിറ്റ്, നിങ്ങൾ പറ. അടുത്ത ഇനി ആയത്തായി, ഇനി വായിക്കും. ആയത്തുണ്ട് ഇവിടെ. അതിനുശേഷം എന്ന് പറയുന്ന ആയത്താണോ? അതെ, ഇപ്പൊ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ജിന്നിനോട് തേടൽ ശിർക്കാണെന്ന് മനസ്സിലായോ? അത്രയും തന്നെ പറഞ്ഞു. അഹ്യാ എന്ന അവംബാത്തൻ, ജീവിച്ചിരിക്കുന്ന ജിന്നായാലും മരിച്ച ജിന്നായാലും, ജീവിച്ചിരിക്കുന്ന ജിന്നായാലും മരിച്ച ജിന്നായാലും തേടൽ ശിർക്കാണ്. റിജാലുൽ ഗൈബിൽപ്പെട്ട ജിന്നിന് മാത്രമാണോ? അങ്ങനെ എങ്ങനെയാണ് അർത്ഥം? അറബി ഭാഷയിൽ ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യാം. ഇത് അദ്ദേഹത്തിന് അറബി ഭാഷയിൽ എത്ര പാണ്ഡിത്യണ്ടെന്ന് എനിക്കറിയില്ല. അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ ജിന്ന് എന്ന് പറഞ്ഞത് എന്തിൽപ്പെട്ട ജിന്നാണ്? റിജാലുൽ ഗൈബിൽപ്പെട്ട ജിന്നാണ്, അല്ലാത്ത ജിന്നിന് ബാധകല്ലാന്നാണ്. അല്ലാത്ത ലോകത്ത് ആരും പറയാത്ത ഒരു വാദാണ് ഈ മറ്റ് പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും പറഞ്ഞു നോക്കാൻ സാധിക്കും. ആ കൂട്ടത്തിൽ സലഫി തന്നെ, അബ്ദുറഹ്മാൻ സലഫി തന്നെ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം ഉദ്ധരിക്കാറുള്ള പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ്, എന്ന അബ്ദുറഹ്മാൻ ദിമശ്കിയയിലെ ഗ്രന്ഥമാണ്. പ്രസക്തിയില്ല, ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഇഷാ ജമാഅത്തിന്റെ യോഗം നിർത്തിവെച്ചിരിക്കുന്നു. ഇഷാ ജമാഅത്തിന് വേണ്ടി യോഗം നിർത്തിവെച്ചു. ഇനി അതിന് ശേഷം യോഗം. അപ്പോ അതുകൊണ്ട് ചോദ്യങ്ങൾ ഉത്തരവിപ്പാട് നടന്നുകൊണ്ട് ചോദ്യം കുറച്ചൊക്കെ നീളാം.
അപ്പൊ ആദ്യം പറയുന്നത് ഇമാം ബസാർ ധരിച്ച ഹദീസ്, അത് നിശ്ചയം അള്ളാഹു തആലക്ക് ഭൂമിയിൽ അഫ്ദത്ത് കൂടാതെ ചില മലക്കുകളുണ്ട്, അവർ വൃക്ഷങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകളെ രേഖപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾ ആർക്കെങ്കിലും മരുഭൂമിയിൽ വെച്ച് വഴിതെറ്റിയാൽ അപ്പോഴാണ് വിളിച്ചു പറയട്ടെ, അള്ളാഹുവിന്റെ ദാസന്മാരെ നിങ്ങളെന്നെ സഹായിക്കുകയും. ആ ഹദീസ് ദഈഫല്ല. ആ ഹദീസ് ഹസനാണെന്ന് ഇമാം ഹാഫിദ് ഇബ്നുൽ അസ്കലാനി, ഇബ്നു അൽ ഹൈതമി, സഹാബി എന്നിവർ പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞതുപോലെ തന്നെ അത് ഹസനാണെന്ന് ആര് പറഞ്ഞ്? അൽബാനി പറഞ്ഞു. അൽബാനിയുടെ നിർത്തിയോ? അൽബാനിയുടെ നിർത്തിയ. അൽബാനി ഏത് കഴിഞ്ഞിട്ട് പറഞ്ഞു? ഇമാം അഹ്മദ് ബിൻ ഹംബൽ അമൽ ചെയ്ത് ഇതിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ അൽബാനി എന്തുകൊണ്ട് ശിർക്കാണെന്ന് പറഞ്ഞു? അൽബാനി ശിർക്കാണെന്ന് പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പോലും ചോദിച്ചാൽ ശിർക്കാവുന്ന ഇസ്തിഹാസത്തെ കുറിച്ചാണ് അൽബാനിയുടെ ശിർക്കാണെന്ന് പറഞ്ഞത്. കാരണം അവർ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ആ മനുഷ്യർ എന്ന് പറഞ്ഞു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പോലും തേടിയാൽ ശിർക്കാവുന്ന ഇസ്തിഹാസ, അതിനെ കുറിച്ചാണ് അവിടെ അൽബാനി പറഞ്ഞത്. അതല്ലാതെ ജിന്നിനോട് തേടിയാൽ ശിർക്കാവുന്ന കാര്യം മലക്കിനോട് തേടാമെന്നോ, മലക്കിനോട് തേടിയാൽ ശിർക്കാവാത്ത കാര്യം ജിന്നിനോട് തേടിയാൽ ശിർക്കാകുമെന്നോ അൽബാനി പറഞ്ഞിട്ടില്ല. തൗഹീദും ശിർക്കും മനസ്സിലാക്കിയ ഞാൻ ചോദിക്കട്ടെ മനസ്സിലാക്കിയാൽ പറയുമില്ല. പിന്നെ അപ്പോ ഇമാം അൽബാനി പറയുന്നത്, പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അത് വെച്ച് അമൽ ചെയ്തിട്ടുണ്ടെന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട് എന്നും അൽബാനി പറഞ്ഞു. അപ്പോൾ അൽബാനി പറഞ്ഞില്ലേ ഇത് ഖുർആനെതിരാണ്. നമ്മൾ മടവൂരിയോട് ചോദിക്കലുണ്ട്, സിഹ്റിൽ ഹദീസ്, ബുഖാരി ഹദീസ് ഖുർആനെതിരാണ്, തൗഹീദിനെതിരാണ് പറഞ്ഞാൽ ആരാ പറഞ്ഞത്? മടവൂരി സലഫു സാലിഹ് പറഞ്ഞതാണ്. ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഈ പ്രസ്താവനയെ കുറിച്ച് സക്കരിയ മൗലവി പറഞ്ഞത് വായിച്ചു. മക്കിയ മൗലവിയുടെ പറഞ്ഞത് അത് ഹറാമാണ്, വസ്ലത്തിൽ ശിർക്ക് നമുക്ക് വാദമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇമാം അഹ്മദ് ഹംബൽ ചെയ്തു? അത് പിന്നെ എന്താണ്? മസ്അലയിൽ തെറ്റാണ്, സ്വഹീഹും ലൈഫും വേർതിരിച്ചു പോകുന്ന തെറ്റാണ്. അതല്ലാതെ ഒരു ഹദീസ് സ്വഹീഹാവുമ്പോ അല്ലെങ്കിൽ ഒരു ഹദീസ് ഹസനാവുമ്പോ ഒരു ഹദീസ് ലൈഫാവുമ്പോ മാറിപ്പോകുന്നതല്ല സലഫു സാലിഹുകളുടെ തൗഹീദ്. അത് ഖുർആൻ അരക്കിട്ടുറപ്പിച്ച തൗഹീദാണ്. ഏതെങ്കിലും ഹദീസ് ഹസൻ എന്ന ലൈഫിലേക്ക് മാറുമ്പോഴോ ലൈഫിൽ നിന്ന് സ്വഹീഹിലേക്ക് മാറുമ്പോഴോ മാറിപ്പോകുന്നതല്ല എന്ത്? സലഫു സാലിഹുകളുടെ തൗഹീദ്. പിന്നെ ഇമാം നവവി പറഞ്ഞു, ഒരു കവിതയാണ് ഉദ്ദേശിച്ചത്. അലങ്കാര ശാസ്ത്രം പ്രയോഗിക്കുന്ന, അതിശയോക്തി പ്രയോഗിക്കുന്ന സാധനമാണ് കവിത. അതിവിടെ പറഞ്ഞു ഇമാം നവവി ചെയ്തത് തെറ്റ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ്? അലങ്കാര പ്രയോഗങ്ങളുടെ ഒരു കാര്യം ദീനിന്റെ പേരിൽ പ്രയോഗിച്ചു. അപ്പൊ അനവധാനത അല്ലെങ്കിൽ ഒരു ഹറാമ് ചെയ്തു എന്നല്ലാതെ അതിനും ശിർക്ക് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല നാം തൗഹീദ് പഠിച്ചത് സലഫുൽ സാലിഹിൽ നിന്നാണ്. അപ്പോ ഒന്ന് എന്തെങ്കിലും ചോദ്യം ഞാൻ പറയാം. നിങ്ങളുടെ ഒന്ന് ആ അൽബാനിയുടെ ഫത്വ അത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാണ്. പിന്നെ രണ്ടാമത് കാരണം സവാഅൻകാനും അഹ്യാനും അംവാത്ത് എന്ന് പറഞ്ഞു മലക്കുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചാൻസ് തരാം. അൽബാനി തെളിവിടിച്ചു. അൽബാനി പറഞ്ഞു അത് അത് മലക്കുകൾ മാത്രമാണ് എന്നതിന് ഹദീസ് തെളിവാക്കി അൽബാനി സ്വീകരിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പോകുന്നുണ്ട്, ഒരാളുണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പോലും തേടിയ ശിർക്കാകുന്ന ഒരു ഇസ്തിഹാസ, ആ ഇസ്തിഹാസത്തെ കുറിച്ചാണ് അൽബാനിയോട് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന മലക്കിനോട് തേടിയാൽ ശിർക്കാണ്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പോലും തേടിയാൽ ശിർക്കാവുന്ന. അങ്ങനെ അർത്ഥം ഇങ്ങനെയായിട്ട് നാം വായിച്ച അർത്ഥം പറഞ്ഞ നേരത്തെ വിശ്വാസമായി വായിച്ചിട്ട് അങ്ങനെ അർത്ഥം കിട്ടിയില്ല. എങ്ങനെ കിട്ടാതിരിക്കുക? കിട്ടി വായിക്ക്. അങ്ങനെ വായിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട് ചോദിച്ചാൽ ശിർക്കാവുന്നത് ജിന്നിനോടും മലക്കിനോടും ചോദിച്ചാൽ ശിർക്കാവൂ എന്ന് ആ ഉദ്ധരണി വായിച്ച് തെളിയിക്കും. ഞാൻ പറഞ്ഞു ആ ഹദീസ് ഇമാം അൽബാനി ആ ഹസനായ ഹദീസ് തെളിവ് ധരിച്ചെന്ന്. വഖദ് ജാഅ ഫീ ഹദീസിൻ ആഖറ തഅയീനു അന്നഹും ത്വായിഫത്തുൻ മിനൽ മലായിക. അവിടെ അൽബാനി തെളിവാക്കി. പിന്നെ രണ്ടാമത് പിന്നെ ഹദീസ് പറഞ്ഞു ഇന്നമാ ഹുമുൽ മലായിക പറഞ്ഞു ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിമുൽ മുസ്ലിമൂന മിനൽ ജിന്നി അവൽ ഇൻസി മിമ്മ യസുമ്മൂനഹും ബിരിജാലിൽ ഗൈബി മിനൽ ഔലിയാഇ വസ്സാലിഹീന സവാഅൻ കാനൂ അഹ്യാഅൻ ഔ അംവാത. അവർ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരാട്ടെ, അവർ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പോലും തേടിയാൽ ശിർക്കാകുന്ന നിത്യാസം. അങ്ങനെയാണ് ഇവിടെ അർത്ഥം. കേട്ടോളൂ. ഞാൻ നീതിയോ അനീതിയോ എല്ലാവർക്കും തീരുമാനിക്കാറ്. ഹസനായ ഒരു ഹദീസ് എങ്ങനെയാണ് ഹദീസിന്റെ
ഹദീസിന്റെ പ്രാമാണികത അനുസരിച്ച് ഒരു കാര്യത്തിന് ഹുക്കും അങ്ങോട്ട് മാറി. ഹദീസിന്റെ പ്രാമാണികത എന്ന് പറഞ്ഞാൽ ഹസനാണ്. ദീനിലെ ഹുക്കും പറയും. നിങ്ങൾ ലജ്ജയുടെ കത്ത് വായിച്ചേ. അപ്പൊ നിങ്ങൾ പറഞ്ഞേ പിന്നെ ഫഅമ്മൽ ജിന്നു, അതിന്റെ വേറെ അവസരം തരാം. അത് നിങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും അവസരം തരാം. നമ്മൾ കൊടുത്ത ഫത്വയിൽ എന്റെ ഇപ്പോഴത്തെ ചോദ്യം, നിങ്ങൾ പറയുന്നു ഈ ഹദീസ് ഹസനാണ്, അതോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്നു ഈ ഹദീസിന്റെ അടിസ്ഥാനം, ഞാനല്ല പറഞ്ഞത്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അൽബാനി നിങ്ങൾ പറഞ്ഞതുപോലെ വസീലത്തുൽ ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നു ഹസനല്ല, ഹസനല്ല. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഭാഗത്തിന് ഞാൻ തെളിവ് മനസ്സിലായല്ലോ സഹോദരന്മാരെ. കുറച്ചൊക്കെ കിട്ടാൻ അർഹനാണ് ഞാനും. നിങ്ങളിൽ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് ദുർബലമാണ്. ഈ എന്തിനതിന്റെ മേൽ നമ്മൾ ചർച്ച ചെയ്യണം? അതാ ജമിയത്തുൽ ഉലമ പറഞ്ഞത്, ആ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അവർ പറഞ്ഞതുപോലെ ഈ ഹദീസ് ഹസനാണ് ഞാനും പറയുന്നു. അതിന്റെ അവർ പറഞ്ഞതുപോലെ തന്നെ അൽബാനി വൈദ്യാരംഭിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം വായിച്ചത് ഇവിടെ ഈ ഭാഗമാണ് അദ്ദേഹം വായിച്ചത്. ഈ ഭാഗം വായിച്ച് ഇതിന്റെ സനദുകളെ പറ്റി അദ്ദേഹം വീണ്ടും ചർച്ച ചെയ്യാണ്. വിധി പറയണേ. ഞാനൊരു പറയട്ട സഹോദര, പറഞ്ഞു കഴിഞ്ഞിട്ട് മൈക്ക് കൊടുക്കാന്നാണ് പറഞ്ഞത്. ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞിട്ട് മൈക്ക് കൊടുക്കുന്ന പറഞ്ഞത്. അതിനിടയിൽ മൈക്ക് കൊടുക്കേണ്ടതാണ്. ആ വിഷയത്തിലെ അദ്ദേഹം ആ ഹദീസ് അവസാനിപ്പിക്കുന്നത് ഇവിടെയാണ്. ഈ 2 പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. ഇതാണ് ഞാൻ വായിച്ചത്. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിനാണല്ലോ പ്രസക്തി. ഈ ഹദീസ് തെളിവിന് പറ്റില്ല എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. ഈ ഹദീസ് തെളിവിന് പറ്റില്ല എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. പിന്നെ എന്തിന് നമ്മൾ ചർച്ച ചെയ്യണം? ഇനി വിഷയം ശരി, അടുത്ത ചോദ്യം എന്ത്? അപ്പൊ ഈ ഹദീസിൽ ശിർക്കുണ്ടോ? ശരി, ഈ ഹദീസ് അത് പിന്നെ തെളിവിനെ പൂർണ്ണമായിട്ട് പറ്റില്ല, ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് അത് വസീലത്തുൽ ശിർക്ക് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഹദീസ് ഹസനാണ്, തെളിവിന് കൊള്ളുന്നതാണ് എന്നൊരാൾ വിശ്വസിച്ച് അമൽ ചെയ്താൽ അയാൾ ശിർക്ക് വരില്ല. ഒരു സലഫ് സാലിഹ് ശിർക്ക് വന്നിട്ടില്ല, ഒരിക്കലും വരില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ഞങ്ങള്. അപ്പോൾ ആരെങ്കിലും അത് യഥാർത്ഥ നബിസ്വല്ലല്ലാഹു പറഞ്ഞു തന്നെയാണ് വിശ്വസിച്ചാൽ, അങ്ങനെ മനസ്സിലാക്കിയാൽ, അങ്ങനെ അമൽ ചെയ്താൽ ശിർക്ക് വരില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? അതിന്റെ ഹുക്കം എന്താണ്? ഹുക്കം അത് ലാ യജൂസു. അതാണ് നിങ്ങൾ നേരത്തെ ഹുക്കം പറഞ്ഞത്. പിന്നെ അമ്മൽ ജിന്നോ, ജിന്നിന്റെ ഹുക്കുമേ അതിന്റെ ഹുക്കുമേ, ഹാദിറിന്റെ ഹുക്കും, സന്നിധിനായവന്റെ ഹുക്കുമേ പോയബിഹിം വിദുരത്തിലുള്ളവന്റെയാണ് ഹുക്കും. എന്താ ഇസ്ലാമിന്റെ ഹുക്കും? എന്തൊക്കെ ചെറുക്കുന്ന ഹുക്കുമുണ്ടോ? ലാ യജൂസു, അതാ ഹുക്കുമേ. അത് നമ്മൾ അംഗീകരിക്കുന്നതാ. ഞങ്ങൾക്ക് ഇതിൽ ലജ്ജയുടെ നിങ്ങൾക്ക് ലജ്ജിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ലജ്ജിനൊക്കെ നിങ്ങൾ ലജ്ജിനെ പറയുന്നത് അനുഗ്രഹ വാദം ഉണ്ടെങ്കിൽ ലജ്ജിന ഇപ്പോഴും നിലവിലുണ്ട്. സൗദി അറേബ്യയിൽ നിലവിലുള്ള ലജ്ജിനെയാണ് ലജ്ജിനത്ത് ദായിമ. നമുക്ക് അവിടെ അവർ വെച്ച് മധ്യസ്ഥ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? അതിനെന്താ മതി? ചോദ്യം കൊടുത്ത് നിങ്ങൾ നയിക്കരുത്. ഒന്ന്, ഈ ഫത്വയിൽ അമ്മൽ ജിന്നു ഫഹുക്കുമു ഹാദിഹിം എന്ന് പറഞ്ഞത് ലാ യജൂസു ആണ്. ശിർക്ക് എന്താണ് പഠിച്ചു?
ഒരു മനുഷ്യൻ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞാൽ കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ കൂടിയ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? ദീനിയായ ഒരു കാര്യം ചർച്ച ചെയ്യാൻ എന്നിട്ടൊരു ചോദ്യം ചോദിക്കാം. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കിബർ പറയാനാ, നിങ്ങളെക്കാൾ ഈ കാര്യത്തിൽ വിവരം എനിക്കുണ്ട്. അതെനിക്ക് ഉറപ്പുണ്ട്. കിബർ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ വായിച്ചതും നിങ്ങൾ ഈ മനസ്സിലാക്കിയതും കേട്ടിട്ടാ ഞാൻ പറയുന്നത്. കാരണം വിവരക്കാരാൾ അങ്ങനെ വായിക്കില്ല എന്നുള്ളതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറയാൻ കാത്തിക്കണ്ടേ? മാത്രമല്ല ഞാനിന്നുള്ളതല്ല, ഇത് ആരെ ഫത്വയാ? അനിൽക്കാരുടെ ഫത്വയാ? അനസ് മൗലവിയുടെ ഫത്വയാ? ഇത് കേരള ജംഇയ്യത്തുൽ തയ്യാറാക്കിയ സാധനമാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അറിയാം, ഈ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ പറ്റി പുച്ഛമായ ധാരണ പലരും വെച്ചു പുലർത്തുന്നുണ്ടെന്നറിയാം. പക്ഷേ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ഈ പണ്ഡിത സംഘടനയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയത്. അന്നല്ല, എന്നും ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരുന്ന് ഇൽമുകൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോ നമുക്ക് തോന്നും ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ തലനിറച്ച ഈ ലോകത്തെ കുറിച്ചൊരു വിവരമില്ലാത്തവരാണെന്ന്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മക്തബത്ത് ശാമില ഇല്ലാത്ത ഒരു കാലത്ത്, ഡൗൺലോഡ് ചെയ്യാൻ സോഫ്റ്റ്വെയറുകൾ ഇല്ലാത്ത ഒരു കാലത്ത് സുന്നികളുമായി നേർക്കുനേരെ പരസ്യമായി വാദപ്രതിവാദത്തിന് തയ്യാറായ പണ്ഡിതന്മാരാണ് ഇന്നും KJM-ന് നേതൃത്വം നൽകുന്നത്. അല്ലാഹു പുറത്തു തീരുമാനം. ശരി, ഈ ഫത്വ തെറ്റാണ്. എന്താ അതിന് കാരണം പറയുന്നത്? ലാ യജൂസു പറഞ്ഞത് ഹുക്മ് പറഞ്ഞിട്ടില്ല. സഹോദര ശിർക്കിന്റെ ഹുക്മ് ഒരാളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. ശിർക്കിന്റെ ഹുക്മ് ഒരാളെ, നിങ്ങൾക്കൊക്കെ ഇപ്പൊ സംശയം ഉണ്ടായിട്ടുണ്ടാകും, ശിർക്ക് ഹറാമാണോ ജായിസാണോ കറാഹത്താണോ? ശിർക്കിന്റെ ഹുക്മ് ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. ശിർക്കിന്റെ ഹുക്മ് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. ശിർക്കായത് കൊണ്ട് ഒരു സംഗതി അനുവദനീയല്ലാതെ പറഞ്ഞാൽ എന്താ അതിന്റെ ഹുക്മ്? ഇപ്പറഞ്ഞൊരു തീരുമാനം ഇല്ലെങ്കിലല്ലേ നമ്മൾ പിന്നെ സമീപിക്കണ്ടേ? ഇപ്പറഞ്ഞൊരു തീരുമാനം ഉണ്ടോ നോക്കാദ്യം. ഈ പറഞ്ഞൊരു തീരുമാനം ഇല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. ജംഇയ്യത്തുൽ ഉലമയും കേരളത്തിലെ മുജാഹിദുകളും ഉറച്ചു വിശ്വസിക്കുന്നു ഇതിൽ തന്നുണ്ട്. ദീനിന് യോജിച്ചതല്ല, ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിന് യോജിച്ചതല്ല, ഒരു മുവഹിദിന് യോജിച്ചതല്ല. വളരെ സ്നേഹത്തോടു കൂടി പറയാം. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള, ഞാൻ പറഞ്ഞു ഇവിടെ ഒരു നിശ്ചിത സമയം, ഇനി ആ സമയം കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഒരു ദിവസം നമുക്ക് ഇരിക്കാം, ഇനിയും ഇരിക്കാം. ഇനി പേഴ്സണലായി നിങ്ങൾക്ക് ഇരിക്കണോ? ഞാൻ വന്നു തരാം ഒരു ദിവസം. കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആരെയും ഇതിൽ നിന്ന് അകറ്റിക്കളയണമെന്നോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പോട്ടെ എന്നോ വിചാരമല്ല. തെറ്റിദ്ധരിച്ച ആളുകളുടെ തെറ്റിദ്ധാരണ മാറണം എന്നുള്ള നിലക്കാണ് ഈ പരിപാടി വെക്കുന്നത്. ഹാജറില്ലാത്ത ജിന്നും ഒരുപോലെയാണ്. കാരണം എന്താ? ഹാജറുള്ള ജിന്നിന്റെയും ഹാജറില്ലാത്ത ജിന്നിന്റെയും ഹുക്മ് ഒരുപോലെയാണ്. ഏത് വിഷയത്തില്? ഏത് വിഷയത്തില്? സഹായം തേടുന്ന വിഷയത്തിൽ. എന്താണ് അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കുന്നത്? ഞാൻ എന്റെ സുഹൃത്തുക്കൾ കേൾക്കാൻ വേണ്ടി പറയാം. കാരണം എല്ലാ നിലയിലും പാലിക്കാൻ കഴിയുന്ന സ്നേഹവും മര്യാദയും ഒക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വേദിയിൽ നിന്ന് പറഞ്ഞു, ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു. എന്നിട്ടും പരിഗണിക്കാത്ത ഒരാളെ തൽക്കാലം ഞാൻ അവഗണിക്കുകയാണ്. ഫഅമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്കുമു ഹാദിരിഹിം കഗായിബിഹിം, ഹാജറുള്ള ജിന്നിന്റെയും ഹാജറില്ലാത്ത ജിന്നിന്റെയും ഹുക്മ് ഒരുപോലെയാണ്. ഒരുപോലെയാണ്. ഇനി ഇവിടെ വേറെ സംശയം എന്താണ്? അപ്പൊ ഹാജറുള്ള ജിന്നിന്ന് എങ്ങനെ മനസ്സിലായത്? അതാണ് ചികിത്സ എന്ന് പറഞ്ഞാൽ.
ഇനി കൂട്ടത്തിൽ നിങ്ങൾ ഒന്നും കൂടി മനസ്സിലായിക്കോ, ഈ സംഗതി ഉണ്ടല്ലോ, ഈ ജിന്നിനോട് സഹായം തേടൽ എന്ന വിഷയം, ഇത് പുഴയിൽ മുമ്പ് തേടാനോ ചുരത്തിന്റെ മുകളിൽ വണ്ടീന്റെ ബ്രേക്ക് പൊട്ടുമ്പോ ജിന്നെ കാക്കണെന്ന് പറയാനൊന്നുമല്ല. ഇത് ഉപയോഗിക്കുന്നത് എവിടെയാ? ചികിത്സാ രംഗത്താ. അവിടെ ഈ ഹാജറുള്ള ജിന്ന്, അതായത് മാനസിക രോഗിയെ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇതാ ജിന്ന് ഹാജരായി. ആ എന്താ, ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചങ്ങാതി ചെയ്യുന്നത്. ഇയാളെ പറ്റി വിശ്വസിക്കൽ എന്താ? അവർ ശിർക്കും ചെയ്തിട്ടില്ല, വസീലത്തിനില്ല ശിർക്കും ചെയ്തിട്ടില്ല. ഈ ഹദീസ് സഹീഹാണെന്ന് വിചാരിച്ച് ഒരു ദിക്ർ എന്ന നിലയിൽ അവർ ഈ ഇബാദത്ത് ചെയ്തു, ഈ ഇബാദത്ത് പറഞ്ഞു. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു എന്ന് പറയപ്പെടുന്നു, ശരിയാണോ എന്ന കാര്യത്തിൽ നേരത്തെ സക്കരിയ സലാഹി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ആ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ തർക്കമുണ്ട്. ഒന്നുകൂടി മനസ്സിലാക്കുക വിഷയം എന്താണ്. സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എന്നല്ല, ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞു എന്നല്ല, മലക്കിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്നല്ല, അഭൗതിക കാര്യങ്ങൾ മലക്കിനോട് തേടാമെന്ന് പറഞ്ഞു എന്നല്ല, മറിച്ച് അതൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇതാ എന്നെ മുശ്രിക്കാക്കിയില്ലേ എന്ന് സക്കരിയ സലാഹിയും അദ്ദേഹത്തെ മുശ്രിക്കാക്കിയില്ലേ എന്ന് ബാക്കിയുള്ളവരൊക്കെ ചോദിക്കുന്നത്. ആരെയും മുശ്രിക്കാക്കിയിട്ടില്ല. വൈരാഗ്യത്തിന്റെ കാര്യമല്ല, എന്റെയും നിങ്ങളുടെയും പരലോകത്തിന്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും സ്നേഹബുദ്ധിയ ഒരു 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 വാശിക്കല്ല, വൈരാഗ്യത്തിനല്ല, സ്വസ്ഥമായി രണ്ടരക്കാലത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് മനസ്സ് തുറന്നിട്ട്. എന്റെ സുഹൃത്ത് സിദ്ദീഖ്, എനിക്ക് സത്യം പറഞ്ഞാല് ഞാൻ വളരെ മാനസികമായ ബന്ധമുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് ഒരുപാട് പരീക്ഷ ഉണ്ടാവും നമുക്ക് പുറത്തിറങ്ങുമ്പോ, നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണുമ്പോ, അതുപോലെ തന്നെ സുന്നികളെ കാണുമ്പോ, മടവൂരികളെ കാണുമ്പോ ഒക്കെ അള്ളാഹു നമ്മുടെ പരീക്ഷ, അള്ളാഹ് നമ്മുടെ തൗഹീദിന്റെ കരുത്തും നമ്മുടെ ഈമാനും. ഏതായാലും സ്വന്തം മകനെ അറുക്കാൻ അള്ളാഹ് പറഞ്ഞില്ലല്ലോ, ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞല്ലോ അറുക്കാൻ. അത് അറുക്കാൻ തയ്യാറായി പരീക്ഷിക്കുക റബ്ബ് സുബ്ഹാനഹു വ തആല. ആ പരീക്ഷണം മുവഹിദുകളായി നമുക്കുണ്ടാകും. മനസ്സിലാക്കിക്കോ, റബ്ബിന്റെ ദീനിന് വേണ്ടി, തൗഹീദിന് വേണ്ടി ക്ഷമിക്കാനും എല്ലാം സഹിക്കാനും ഈ തൗഹീദിന്റെ മാർഗത്തിൽ ഒരല്പം പോലും പുറകോട്ട് പോകാതെ മാന്യ സഹോദരങ്ങളെ ഉറച്ചു നിൽക്കാനും എല്ലാ ആളുകളും തയ്യാറാകണം. ഒരുപാട് ആളുകൾ എന്റെ കണ്ണിൽപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളും സ്നേഹിതന്മാരുണ്ട്. അൻവർ സാഹിബുണ്ട്, ഫേസ്ബുക്കിലൂടെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, കമന്റുകളൊക്കെ വായിക്കാറുണ്ട്. എന്നാൽ ഒരു ദേശീയ വിരോധം ഒന്നുമില്ല, ആരോടും ഇല്ല. നിങ്ങൾ സ്വസ്ഥമായി എന്റെ സഹോദരങ്ങളെ, എല്ലാ ആളുകളും സ്വസ്ഥമായി ഒന്ന് ചിന്തിക്കാനും സ്വസ്ഥമായി ഒന്ന് ആലോചിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക. നമുക്കുള്ള പരീക്ഷണമാണിതെന്ന് മനസ്സിലാക്കുക. ആരും ഒരു വാശിയുടെ പുറത്ത്, വൈരാഗ്യത്തിന്റെ പുറത്ത് നിൽക്കാതിരിക്കുക. ഒരാളോട് നമുക്ക് നെല്ല് വേണ്ട. നമ്മൾ ദുആ ചെയ്യുന്നതിന് അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസിയോട് ഒരു പകയിട്ട് തരല്ലേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് നമ്മൾ കഴിച്ചുകൂട്ടുന്നത്. ആ നല്ല മനസ്സോടെ സ്നേഹത്തോടെ നിങ്ങൾ പോകണം. അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലുള്ള ചർച്ചകൾ നിങ്ങൾ സംഘടിപ്പിക്കണം. ഇവിടെയുള്ള യൂണിറ്റ്, അതല്ലെങ്കിൽ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി വിളിക്കുക. ഇതുപോലുള്ള ചർച്ചകൾ, പഠനവേദികൾ, സംവാദങ്ങൾ, മുഖാമുഖങ്ങൾ, നമ്മുടെ ഇടയിൽ തന്നെ വിഷയങ്ങൾ പഠിക്കാനുള്ള വേദികൾ ഒരുക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ സഹകരിക്കാം. അതല്ലെങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമയോട് ആവശ്യപ്പെട്ടാൽ കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ട പണ്ഡിതന്മാരെ വിട്ടുതരും. വിഷയങ്ങൾ പഠിക്കാനും സ്വസ്ഥമായി മനസ്സുറന്ന് ദീനിനെ ഉൾക്കൊള്ളാനും വാശിയില്ലാതെ അള്ളാഹുവിന്റെ ദീൻ പരിപൂർണമായി ഉൾക്കൊള്ളാനും എന്റെ സഹോദരങ്ങൾ തയ്യാറാകണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒത്തുചേർന്നത്, കൂടിയിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സംസാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനുഷ്യരാണ്, സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാന്യ സഹോദരങ്ങളെ, അല്ലല്ല ഈ പാവനമായ ജനങ്ങളാണ് ഇങ്ങിരിക്കുന്ന അധികാരം ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചത്. സത്യം പറയുന്നു എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങളെ സ്നേഹിച്ചാണ്. പക്ഷെ അവസാനം നമുക്ക് ഏത് കൂട്ടത്തിൽ നിൽക്കണം എന്ന് അറിയാമേണ്ട അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ ഈ നേർമാർഗം സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കണേ, നിർത്തിക്കണേ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അറിയാം ഇവിടെ എല്ലാവർക്കും ഒരു മെസ്സേജ് ഞാൻ ബോണസ് മെസ്സേജ് അയച്ചിരുന്നു. ആ സമയത്ത് ഇവിടെ ഷെരീഫ് സാറിനെ വിളിച്ചു പറഞ്ഞ മെസ്സേജ് ഭീഷണിപ്പെടുന്ന രീതിയിൽ ഒരു മെസ്സേജ് പോയി. ഞാൻ അയച്ച മെസ്സേജ് സക്കീറ സാഹി, മുജാബാഷി, ആസ്വാദി, ഹൈബാഗ് എല്ലാവരും കിട്ടിക്കാണും. ഞാൻ പറയുന്നത് സത്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ പുറപ്പാടുകൾ മഞ്ചേരി നടക്കുന്ന സമയത്ത് കിട്ടിക്കാണും. ആ പറഞ്ഞത് അള്ളാഹിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ദീൻ പറയുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാണ് നമ്മൾ അറിയുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ. എങ്കിൽ അന്ന് നിങ്ങൾ ഇന്ന് പറയാൻ പോകുന്ന റബ്ബിനെ ഉദ്ദേശിച്ച് സത്യം മാത്രം പറയുക. നരകം ഭയാനകമാണ്, മരണം അടുത്താണെന്നൊരു മെസ്സേജ് മാത്രമേ അയച്ചുള്ളൂ. അത് ഭീഷണിയാണ് എന്ന് പറഞ്ഞാണ് വന്നത്. സക്കീറ സാഹി ഞാൻ തന്നെ വിളിച്ച സമയത്ത് ഒരു മെസ്സേജ് കിട്ടി. എന്താണ്? ഞാൻ അള്ളാഹിന്റെ സാക്ഷ്യത്തിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയണത് ശരിയെന്നാണ്. നിങ്ങളുടെ ലേഖനം വായിക്കുമ്പോൾ പ്രയാസം തോന്നുന്നത് ശരിയാണ് തോന്നുന്നത്.
തിരിച്ച് നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുമ്പോൾ അത് പറയുന്നതാണ് ശരി തോന്നുന്നത്. ഞങ്ങളെ പോലുള്ള കുറച്ച് പാവങ്ങളുണ്ട്, അങ്കിലാപ്പിലായി നിൽക്കുകയാണ് നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകൾ. അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യാൻ തയ്യാറോ? നിങ്ങൾ പറയുന്ന ഈ പ്രബോധന പ്രവർത്തനം പ്രമാണമനുസാരത്തിൽ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്, സത്യം ചെയ്യാൻ തയ്യാറോ? അദ്ദേഹം എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു, ഉറപ്പാണ്, ഞാൻ സത്യം ചെയ്യാണ്. അള്ളാഹുവിനെ ഉദ്ദേശിച്ച അള്ളാഹുവിൻ സത്യം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബാലുശ്ശേരി ബൈലക്സിലെ എല്ലാവരും കേട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ പ്രമാണാടിസ്ഥാനത്തിലാണ്, ഇല്ല എങ്കിൽ എന്റെ പേര് അള്ളാഹുവിന്റെ ശാപ ഇപ്പോൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളോട് അത് വിഷമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കണം, നിങ്ങളും അള്ളാഹുവിന്റെ സാക്ഷി നിർത്തിക്കൊണ്ടൊന്ന് സത്യം ചെയ്യണം. നിങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നിങ്ങളൊന്ന് സത്യം ചെയ്യണം. അതിനു മുമ്പ് ഒരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ സക്കരിയ സലഫി ഇടുന്ന ക്ലിപ്പും ഞാൻ ജിദ്ദയിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫിയോട് ചോദിച്ച ഒരു ചോദ്യത്തിനെ കുറിച്ചാണ്. ഇന്ന് അതൊരു നല്ലൊരു പോയിന്റ് ആയിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അതിന് അനസ് മൗലവി കൊടുത്ത മറുപടി ഞാൻ കേട്ടു വന്ന സമയത്ത്. അതില് അബ്ദുറഹ്മാൻ സലഫി ആ ഹദീസിനെ സംബന്ധിച്ച് അതിൽ ഷിർക്ക് എന്ന് തന്നെയാണ്, അല്ല ഷിർക്കാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാദം എന്ന് വാദിച്ചതായിട്ട് ഞാൻ കേട്ടു. അറിയില്ല, പക്ഷെ എന്നെ ഈ ചോദ്യം ചോദിപ്പിച്ചത് അബ്ദുറഹ്മാൻ സലഫിയുടെ അറിഞ്ഞുകൊണ്ടാണ്. കാരണം ജിദ്ദയില് ഹുസൈൻ സലഫി ഉദ്ഘാടനം ചെയ്ത പരലോകമോക്ഷം എന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത സമാപന സമയത്ത് നമ്മുടെ ഇന്നത്തെ അബ്ദുറഹ്മാൻ ഷെയ്ഖ് ഈദാൻ, അത് ടീപ്പ് ഇല്ലാത്ത ഒരു ചോദ്യം കൊണ്ടാണ്. അപ്പോ അന്ന് ഷെയ്ഖ് ഈദാനും വലിയ മന്ത്രി നമ്മുടെ ഉമർകോയ മന്ത്രി എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് വന്ന് കയറുന്ന സമയത്താണ് അന്നത്തെ സെക്രട്ടറി സൈദലി ആരിപ്പോൾ എന്റെ ചോദ്യം കൊണ്ട് അബ്ദുറഹ്മാനെ, ഇന്ന് മടവൂരികൾ ഈ ഒരു വിവാദത്ത് വെച്ചിട്ട്, ഈ ഹദീസ് വെച്ചിട്ട്, ഇസ്ലാമിന് ഈ സംഭവം വെച്ചിട്ട് ഇത് ഷിർക്കാണ് എന്ന് വാദിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇതിന് മറുപടി കൊടുക്കാനാണ് നമ്മുടെ CD സെയിൽസ് ആണ്, നീ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്ന് ചോദിച്ചത്. ഞാൻ വിഷയം കേട്ടിട്ടില്ല, ഞാൻ ഇങ്ങനെ ചോദിക്കും, കുഴപ്പമില്ല, അബ്ദുറഹ്മാൻ സലഫിക്ക് അറിയാം, മറുപടി പറഞ്ഞു. അപ്പൊ അന്ന് വരെ അബ്ദുറഹ്മാൻ സലഫിയുടെ വിശ്വാസവും ഈ ഹദീസിലെ ജിന്നിനോടുള്ള വിളി, അത് ഈ വിജനപ്രദേശത്തെ വിളിയിൽ ഷിർക്കില്ല എന്നാണ് അന്ന് അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തതിനാണ്. മാത്രമല്ല എന്റെ ചോദ്യം പലരും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആ ചോദ്യത്തിൽ വിജനപ്രദേശ മാത്രമല്ല ആ പദപ്രയോഗം എനിക്ക് കിട്ടിയിട്ടില്ല, അത് സലഫിയ കൂടി ചേർത്തത്. ഞാൻ മലയാളത്തിലാണ് ചോദിക്കുന്നത്, വിജയമായ ഒരു പ്രദേശത്ത് വെച്ച ഒരു വിളി, അത് ജിന്നാവിടെ മലക്കാർ വിളിച്ചത് ഷിർക്കാകുമോ? മാത്രമല്ല ഞാനത് ചോദിച്ചത് വന്നത് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഷിർക്കാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ശ്രദ്ധിച്ചാണ് നിങ്ങൾ. പക്ഷെ എന്നിട്ട് സലഫി അവിടെ കൊടുത്ത മറുപടി അത് ഷിർക്കാകില്ല, ഞങ്ങളുടെ നാട്ടിൽ മണ്ടീരോ എന്ന് വിളിക്കുന്നത് പോലെ സാധാരണ ജനങ്ങളെ വിളിക്കുന്നത് പോലെ ഒരു വിളിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത്ര മറുപടി ചോദിച്ച ചോദ്യം ഒറ്റ ഇതേ ഉള്ളൂ, വന്ന് ഈ സംഭവത്തിൽ ഷിർക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പറഞ്ഞത് അദ്ദേഹം മനസ്സിലാവില്ല. മറിച്ച് ഈ അബ്ദുറഹ്മാൻ സലഫിയ മാറിപ്പോയി, അദ്ദേഹത്തെ തെറ്റുപറ്റാണ്. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ ഭാഗമാണ്. അല്ല ഇവിടെ വോളണ്ടിയേഴ്സ് നിങ്ങൾ പോലും ഞാൻ ചോദിച്ചത് ഇവിടെ വിഷയം നിങ്ങളെ തെറ്റിദ്ധരിക്കണം. കാരണം ഇതേപോലെ ഇഷ്യൂ അല്ലെങ്കിൽ അവർ ഓർമ്മ വരണം. കാരണം നമുക്കറിയാം ഹിഫ്സ് റഹ്മാനായിട്ടുള്ള ഒരു ഇഷ്യൂ, അത് ഞാൻ ചോദിച്ചൊരു വെല്ലുവിളിയാണ് ഹിഫ്സ് റഹ്മാൻ അബ്ദുറഹ്മാൻ സലഫിയായി മാറ്റിയത്. അവിടെ വിഷയം പറയാണ്. ഇവിടുത്തെ വിഷയം ഇതാണ്, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അത് ഷിർക്കല്ല എന്നുള്ള വാദം അന്ന് സലഫി പറഞ്ഞു, ഇന്ന് ഷിർക്കാവാൻ കാരണം. മാത്രമല്ല എന്നെ സലഫിയുടെ എല്ലാം വിളിച്ച് ചോദിക്കാം, സൈദലി അരിപ്പറയാണ് എഴുതുന്നത് ഉള്ള ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് ചോദിച്ചത് ഷിർക്കല്ല എന്ന് വാദിക്കാനാണ്. പക്ഷെ ഇന്ന് ഷിർക്കാണ് എന്ന് സലഫി പറഞ്ഞത് എങ്ങനെയാണ് അസ്മോലിയെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇൻഷാല്ലാ പഠിച്ചത് സത്യത്തിന്റെ പാർട്ടികളെ ജയിപ്പിക്കുമാറാണ്. എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ഷിർക്കാണ്. ഇപ്പൊ മറുപടി ഉണ്ടോ? പ്രാർത്ഥനക്ക് മറുപടി പറഞ്ഞു, പ്രാർത്ഥനക്ക് ഷിർക്കാണ് എന്നത് മറുപടി പറഞ്ഞു. ദുആ ആണ്, തീർന്നില്ല, ബാക്കിയുണ്ട്, തീർന്നില്ല. ഞാൻ ഷിർക്കാണെന്ന് ചോദ്യം കൊണ്ടതുകൊണ്ടാണ് ഉത്തരം ഉണ്ടെന്നാ. ഓക്കെ, ബാക്കി കേട്ടോളൂ, കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് കേട്ടോളൂ. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ഷിർക്കാണ്.
ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകും. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. ജനങ്ങളില്ലാത്തത്. അപ്പൊ ജനമില്ലാത്ത പിന്നെ എങ്ങനെ ഉദ്ദേശിക്കുകയാണ്? അതായത് ഹദീസൊക്കെ നന്നായി തന്നെ പഠിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പറയും. കാരണം എന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. എന്താ പറയുക? ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്ന് പറഞ്ഞു, നബിയെ, ഞാൻ അറൈതു റജുല യൽഖാനി ബി അർളി ഫലാത്തിൻ യുരീദു മാലി. എവിടെ വെച്ചിട്ടാ? വിജനമായ ഒരു സ്ഥലത്ത്. ബി അർളി ഫലാത്തിൻ, വിജനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ എന്റെ നേരെ വന്നു. അയാൾ ഉദ്ദേശിക്കുന്നത് യുരീദു മാലി, എന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്നതാ. എവിടെ വെച്ച് വന്നത്? വിജന സ്ഥലത്ത്. ബി അർളി ഫല, വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് സമ്പത്ത് കൊള്ളയടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം? ദക്കിറുഹു ബില്ലാഹ്. അയാളോട് എന്ത് പറയണം? അള്ളാഹിനെ കുറിച്ച് പറയണം. എടാ, നീ എന്റെ സമ്പത്ത് കൊള്ളയടിച്ച പടച്ചവനുണ്ട്, അള്ളാഹ് കാണുന്നുണ്ട്, പേടിച്ചോ എന്നൊക്കെ പറയണം. പക്ഷേ അങ്ങനെ അയാളോട് പറഞ്ഞിട്ട് അയാൾക്ക് അത് കിട്ടിയില്ലെങ്കിലോ, അയാൾ അത് കേൾക്കുന്നില്ല, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിലോ, എവിടെ വെച്ചാണ്? ബി അർളി ഫലാത്ത്, വിജന പ്രദേശം. ആ വിജന പ്രദേശത്ത് വെച്ചിട്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിലോ, ആ സന്ദർഭത്തിൽ അള്ളാഹു റസൂൽ പറയും, ഫസ്തഇൻ അലൈഹി മൻ സിവാക മിനൽ മുസ്ലിമീൻ. ഫസ്തഇൻ അലൈഹി മൻ സിവാക മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള മറ്റ് സഹോദരങ്ങളോട്, മറ്റാളുകളോട് നിയന്ത്രിക്കണം, സഹായം തേടണം. ഇവിടെ ഈ രൂപത്തിൽ ആൾക്കാർ അന്നുണ്ടെങ്കിൽ ചോദിക്കും, നബിയെ, വിജന പ്രദേശത്ത് ജനമുണ്ടോ നബിയെ? ബി അർളി ഫലാത്ത് എന്നല്ല അയാൾ ചോദിച്ചത്. വിജന പ്രദേശം. ആ ബി അർളി ഫലാത്ത് എന്ന് വെച്ചാൽ എന്താ? പിന്നെന്താ? അത് തന്നെ വിജന പ്രദേശം പറഞ്ഞത്. ഇനി എന്താ നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്താണത്? നേരത്തെ പറഞ്ഞ യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞപ്പോൾ എന്താണത്? ബി അർളി ഫലാത്ത്, ബി അർളി ഫലാത്ത്. അത് തന്നെ വിജനം. അതായത് പറഞ്ഞുതരാം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. വിജന. തീർന്നില്ല. അല്ല, കേട്ടോ. ഇദം ഫലതത് ദാബത്തു അഹദികും ബി അർളി ഫലാത്ത്, ബി അർളി ഫലാത്ത്. നിങ്ങളുടെ വാഹനം, അത് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ അർത്ഥം. ബി അർളി ഫലാത്തിന് എന്താ അർത്ഥം പറയല്? എല്ലാവരും എന്താ, നിങ്ങളൊക്കെ എന്താ അർത്ഥം പറയല്? ഇത്രയും കാലം എല്ലാവരും എന്താ അർത്ഥം പറയല്? വിജന പ്രദേശം എന്നല്ലാതെ മരുഭൂമിയിൽ എന്ന് പറയുമ്പോൾ അർത്ഥം പറയാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ട് എന്താ പറഞ്ഞത്? എന്താണ്? എന്ത്? അൽമൻഹൽ. ഓ, ഭയങ്കര അൽമൻഹല. അപ്പൊ അത് തർക്കശാസ്ത്രത്തിന് പോകുന്നവർ കൊണ്ടുപോയിക്കോ. ഞങ്ങൾ തർക്കശാസ്ത്രത്തിന് വന്നവരല്ല. ബി അർളി ഫലാത്ത് എന്നാണ് ഇവിടെ പറഞ്ഞ ഈ ഹദീസിലുള്ളത്. അവിടെയാണ് വിജനം എന്ന് അർത്ഥം പറഞ്ഞത്. അവിടെ എവിടെ മനുഷ്യരുണ്ട് എന്നാണ് ആര് ചോദിച്ചത്? സലഫി ചോദിച്ചത്. അപ്പൊ ബി അർളി ഫലാത്ത്, വിജനമായ സംഗതി വളരെ കൃത്യമാണ്. അപ്പോ ഇനി ഒരു കാര്യം പറയട്ടെ. സംഗതി വളരെ വ്യക്തമാണ്. ബി അർളി ഫലാത്ത് എന്നാണ്
വിജനം എന്ന് പറഞ്ഞ ജനമില്ലാത്തത് എന്നർത്ഥവും പറഞ്ഞ് ആളുകൾക്കിടയിൽ നടക്കരുത്. പക്ഷേ വിജനം ആ വിജനം എന്ന് പറയുന്ന എന്ന അറബി വാക്കിന്റെ പരിഭാഷയിൽ മനുഷ്യനുണ്ടെങ്കിലും എന്ന് പറയാം ആളൊഴിഞ്ഞ് കിടക്കുന്നു, കാണുന്നില്ല. പക്ഷെ അതിന് ചുറ്റുഭാഗത്ത് ആളുകൾ ഉണ്ടാവും. അവരോട് ചോദിക്കുക. അതിനാണ് അഹമ്മദ് ഉദ്ധരിച്ച ഹദീസ് തന്നെ വെച്ചത്. അപ്പൊ സംഗതി ഈ സക്കരിയ സലാഹി തന്നെ പറയുന്നുണ്ട്, ഹദീസ് അതിൽ തന്നെ തിരുത്തിയിട്ടുണ്ട്. കാര്യത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാചകത്തിൽ അദ്ദേഹം തന്നെ തിരുത്തിയെന്നൊരു തെറ്റായ പരാമർശം തിരുത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താ, ജബ്ബാർ മൗലവി തിരുത്തില്ലല്ലോ. ഇതുവരെ മാത്രം ഈ പറഞ്ഞ വിജന പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മണ്ടിയനോ എന്നുള്ളതാണെങ്കിൽ അവിടെ ഈ ചിഹ്ന വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ശിർക്ക് അല്ല എങ്കിൽ, അതായത് സാധാരണ വിളി പോലെ മണ്ടിയനോ ഈ ചിഹ്നകളെ വിളിക്കുന്നതിൽ നിന്നാണ് അത് സലഫുള്ളത് അല്ല പറഞ്ഞത്. അങ്ങനെയാണ് ശിർക്കില്ലല്ലോ. അല്ല തീർന്നോ ഈ പറഞ്ഞതിൽ കണ്ടിക്കേത് ക്രോസ് ചെയ്യാതിരിക്കാറില്ല. ഞാൻ അതായത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്ത് തന്നെ മണ്ടിയോരോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോദ്യം എന്താ? പ്രാർത്ഥിക്കലാണോ? അദ്ദേഹം ആദ്യം എന്താ പറഞ്ഞത്? ആദ്യം ആ ചോദ്യത്തിൽ എന്താ ഉള്ളത്? വിജന പ്രദേശത്ത് വെച്ച് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണോ എന്നാണ്. അപ്പൊ ഒരു സംഗതി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മനസ്സിലാകേണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. വാശി പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഇതാണ് അതിലുള്ളത്, ആ ചോദ്യത്തിലും ഉത്തരത്തിലും ഉള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാന് ഒരു സംഗതി ഇത് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വാശിയുടെ കാര്യമില്ല, വൈരാഗ്യത്തിന്റെ വിഷയമല്ല. കൃത്യമായി സലഫി പറഞ്ഞത് പൂർണ്ണ രൂപത്തിൽ നിങ്ങൾ കേട്ടു. അതിന് ഈ രൂപത്തിലാണ് ക്ലിപ്പിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളൂ. എങ്കിൽ അത് ചുരുക്കല്ല.
ആവശ്യപ്പെടുന്ന സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന അതാണ് ഷിർക്ക്. എന്നാൽ ഈ ഞാൻ ചോദിച്ചത് ഇബാദത്തായൂനി എന്ന ഹദീത്ത് ഇത് ഇല്ല. ഇതാണല്ലേ സക്കീർ സുലൈം പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി, എന്താ സക്കീർ സുലൈമിക്ക് ബാധമില്ല, നമ്മുടെ ഗേനവിന് ബാധമില്ല, നമുക്ക് ആർക്കും ബാധമില്ല, ജിന്നിനോട് തേടാമെന്ന്. എങ്കിൽ നമുക്ക് ഒന്നിച്ചു പോക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഈ പറവൽ നമ്മളെന്തിനാ പിരിക്കുന്നത്? ഈ നമ്മള് പ്രാരംഭ ശ്രേഷ്ഠമായ പ്രസ്ഥാനത്ത് എന്തിനാ മനസ്സിക്കുന്നത്? അതുപോലെ ഷാബുണ്ടാവില്ല ഇവിടെ സംഘടനയാണ്. ആര് മറുപടി പറയാൻ അവസാനം പറയാൻ സത്യം ചെയ്തിട്ടല്ല ഇവിടെ പോകരുത്, സത്യം ചെയ്തിട്ടല്ല ഇവിടെ പോകും. ഇവിടെ പറഞ്ഞ ഒരു വിഷയം എല്ലാവരുടെയും വാദം ഒന്നാണെങ്കിൽ പിന്നെ നമ്മൾ എന്തെയും തർക്കിച്ചു നിൽക്കുന്നു എന്നതാണ്. അണിഞ്ഞിരിക്കുന്ന അധികാരം ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചത് സത്യം പറയുന്നു എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങളെ സ്നേഹിച്ചാണ്. പക്ഷെ അവസാനം നമുക്ക് ഏത് കൂട്ടത്തിൽ നിൽക്കണം എന്ന് അറിയാൻ വേണ്ട അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ ഈ നേർമാർഗം സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കണേ, നിർത്തിക്കണേ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത് അറിയാൻ, ഇവിടെ എല്ലാവർക്കും ഒരു മെസ്സേജ് ഞാൻ ബോധസ്വരം മെസ്സേജ് അയച്ചു. ആ സമയത്ത് ഇവിടെ ഷെരീഫ് സാറിനെ വിളിച്ചു പറഞ്ഞ മെസ്സേജ് ഭീഷണിപ്പെടുന്ന രീതിയിൽ ഒരു മെസ്സേജ് പോയി. ഞാൻ അയച്ച മെസ്സേജ് സക്കീർ സുലൈമി, ബജാർബാഷരി, അനസ്മലവി, ഹരിബാഗ് എല്ലാവരും കിട്ടിക്കാണും. ഞാൻ പറയുന്നത് സത്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ പുറപ്പാടുകൾ മഞ്ചേരി നടക്കുന്ന സമയത്ത് കിട്ടിക്കാണും. മനസ്സിലാക്കി ആ പറഞ്ഞത് അള്ളാഹിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ദീൻ പറയുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാണ് നമ്മൾ അറിയുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ. എങ്കിൽ അന്ന് നിങ്ങൾ ഇന്ന് പറയാൻ പോകുന്ന റബ്ബിനെ ഉദ്ദേശിച്ച് സത്യം മാത്രം പറയുക, നരകം ഭയാനകമാണ്, മരണം അടുത്താണെന്നൊരു മെസ്സേജ് മാത്രമേ അയച്ചുള്ളൂ. അത് ഭീഷണിയാണ് എന്ന് പറയുന്നത്. സക്കീർ സുലൈമി അന്ന് തന്നെ വിളിച്ച സമയത്ത് ഒരു മെസ്സേജ് കിട്ടി. എന്താണ്? ഞാൻ അള്ളാഹിന്റെ സാക്ഷ്യത്തിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയണത് ശരിയെന്നാണ്. നിങ്ങളുടെ ലേഖനം വായിക്കുമ്പോൾ പ്രയാസം തോന്നുന്നത് ശരിയാണ് തോന്നുന്നത്. തിരിച്ച് നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുമ്പോൾ അത് പറയുന്നതാണ് ശരി തോന്നുന്നത്. ഞങ്ങളെ പോലുള്ള കുറച്ച് പാവങ്ങളുണ്ട്, അങ്കിലാപ്പായി നിൽക്കുകയാണ്. നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകൾ അള്ളാഹുവിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ പ്രബോധന പ്രവർത്തന പ്രമാണമനുസാരത്തിൽ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്, സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ? അദ്ദേഹം എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു, ഉറപ്പാണ് ഞാൻ സത്യം ചെയ്യാണ്. അള്ളാഹുവിനെ ഉദ്ദേശിച്ച അള്ളാഹുവിന്റെ സത്യം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബാലുശ്ശേരി ബൈലശ്ശേരി എല്ലാവരും കേട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ പ്രമാണാടിസ്ഥാനത്തിലാണ്, ഇല്ല എങ്കിൽ എന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഇപ്പോൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളോട് അത് വിഷമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കണം, നിങ്ങളും അള്ളാഹുവിന്റെ സാക്ഷി നിർത്തിക്കൊണ്ടൊന്ന് സത്യം ചെയ്യണം. നിങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്? നിങ്ങളൊന്ന് സത്യം ചെയ്യണം. അതായത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്നത് അതാണ് ശിർക്ക്. ഇത് അതിൽ വരുന്നില്ല എന്നാണ് അബ്രഹ്മസ്വാമി കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിന് നേരത്തെ അനസ്വര്യം പറഞ്ഞു ഭൗതികമായ വിഷയം. മുമ്പ് നമ്മൾ ഇവിടെ നടന്ന ക്ലിപ്പിംഗ് കേൾപ്പിക്കാൻ സൗകര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ അബ്രഹ്മസ്വാമി കൺക്ലൂഡ് ചെയ്യാൻ അങ്ങനെയാണ്. ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന അതാണ് ശിർക്ക്. എന്നാൽ ഈ ഞാൻ ചോദിച്ചത് ഇബാദത്തായൂനി എന്ന ഹദീത്ത് ഇത് ഇല്ല. ഇതാണല്ലേ സക്കീർ സുലൈം പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി, എന്താ സക്കീർ സുലൈമിക്ക് ബാധമില്ല, നമ്മുടെ ഗേനവിന് ബാധമില്ല, നമുക്ക് ആർക്കും ബാധമില്ല, ജിന്നിനോട് തേടാമെന്ന്. എങ്കിൽ നമുക്ക് ഒന്നിച്ചു പോക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഈ പറവൽ നമ്മളെന്തിനാ പിരിക്കുന്നത്? ഈ നമ്മുടെ പ്രാരംഭ ശ്രേഷ്ഠമായ പ്രസ്ഥാനത്ത് എന്തിനാ മനസ്സിക്കുന്നത്? അതുപോലെ ഷാബുണ്ടാവില്ല ഇവിടെ സംഘടനയാണ്. ആര് മറുപടി പറയാൻ അവസാനം പറയാൻ സത്യം ചെയ്തിട്ടല്ല ഇവിടെ പോകരുത്, സത്യം ചെയ്തിട്ടല്ല ഇവിടെ പോകും. ആ നിലയിൽ ചർച്ച ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
ചർച്ചയിൽ വളരെ നല്ല രീതിയിൽ ഈ യോഗത്തിൽ ക്ഷമയോടെ കേട്ട് ഇത്രയും നേരം സംസാരിച്ചതിലെ ആശങ്കകളും പങ്കുവച്ച എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇനിയും നമുക്കിതൊരു സമാധാനം സംഘടിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുക. നമുക്കിടയിൽ കൂടെ ഈ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.